ഒക്ടോബറിന്റെ അവസാനത്തിലാണ് പാണത്തൂരിലെ ആ വീട്ടിലേക്ക് ഞാൻ താമസം മാറിയത്. ഒരു സ്വപ്നത്തെ പിന്തുടരാൻ വേണ്ടിയായിരുന്നു എൻ്റെ മാറ്റം. അതുപോലെ തന്നെ എൻ്റെ ഇതെന്ന് തോന്നിപ്പിക്കാത്ത ഒരു പഴയ ജീവിതത്തിൽ നിന്ന് ദൂരെ ഇരിക്കാനുമായിരുന്നു. ഭിത്തിയിലൊട്ടിച്ച ഒരു പരസ്യത്തിൽ കണ്ടതാണ് ശാന്തതയിൽ ഒറ്റപ്പെട്ട ഒരു പുരാതന വീട് വാടകയ്ക്ക്, താഴെ ഒരു ഫോൺ നമ്പറും. എനിക്ക് അതൊരു വിധി പോലെയാണ് തോന്നിയത്. ഞാനൊരു നോവലിസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ മുന്നിലാണ് ഞാൻ. ആ വീട് മറ്റു വീടുകളുടെ വിലയേക്കാൾ പകുതിയായിരുന്നു. അതിനാൽ മറ്റൊരാൾക്ക് അവസരം കൊടുക്കാതെ ഞാനത് ഉടൻ ഒപ്പുവെച്ചു. പടിഞ്ഞാറോട്ട് കാറ്റടിക്കുന്ന പഴയ വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഒറ്റപ്പെട്ട വീടായിരുന്നു അത്. വീട് തകർന്നു പോവുകയായിരുന്നില്ല, പക്ഷേ ഒരുപാട് കാലമായി ആരും താമസിക്കാത്ത പോലെ ഒരു വീട്. ഓരോ മുറിയിലും പഴയ പുസ്തകങ്ങളുടെയും പൊടിയുടെയും മണം. പിന്നീടാണ് ഞാൻ ആ വാതിൽ കണ്ടത്. സ്റ്റെയർകേസുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചെറുവാതിൽ, ഏകദേശം 5 അടി ഉയരം, 3 ഇരുമ്പ് പൂട്ടുകളാൽ പൂട്ടിയത്. ആദ്യം ഞാൻ കരുതിയത് ഒരു സ്റ്റോർ റൂമോ പഴയ പത്തായപ്പുരയോ മറ്റോ ആണെന്ന്. ആ തണുത്ത കാറ്റ് വീശുന്ന രാത്രിയിൽ ഞാനത് കേട്ടു. 3 ജാഗ്രതാപൂർവമായ തട്ടലുകൾ. മുറിയുടെ അകത്തു നിന്ന് ഞാൻ നടുങ്ങി. കുട്ടിക്കാലത്തെ പേടികളെല്ലാം ഉണർന്നു. പക്ഷെ ഞാൻ ചിരിച്ചു. പഴയ വീട് തന്നെയാണ്, മച്ചിൽ എലിയോ പിരിച്ചാഴിയോ മറ്റോ ജീവിക്കുന്നുണ്ടോ. പക്ഷേ അടുത്ത രാത്രിയും അതേ ശബ്ദം, എപ്പോഴും 3 തട്ടലുകൾ. മധ്യരാത്രിക്ക് തൊട്ടു പിന്നാലെ ഒരു ടോർച്ച് കയ്യിൽ പിടിച്ച് ഞാൻ അവിടെ ഇരുന്നു. വീണ്ടും ആ ശബ്ദം. ഞാൻ വിളിച്ചു പറഞ്ഞു, അവിടെ ആരാ? മറുപടിയൊന്നും കേൾക്കാനില്ല. 1 മിനിറ്റോളം കാത്തു. അവസാനം ഞാൻ ആ വാതിലൊന്ന് പതുക്കെ തള്ളി. ആ വാതിലിൽ ഒരു ചൂട് അനുഭവിക്കുന്നു. തികച്ചും ഒരു ചൂട് മാത്രമല്ല, അതിലൊരു ജീവനുള്ളതുപോലെ. അടുത്ത ദിവസം ഞാൻ ടൗണിലേക്കൊന്ന് പോയി ആ വീടിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ. ലൈബ്രറിയിൽ ഒരു വയസ്സായ അപ്പൂപ്പനെ കണ്ടു. ഞാൻ ചോദിച്ചപ്പോൾ ആ അപ്പൂപ്പൻ പറഞ്ഞു, പാണത്തൂരും. അത് ഗ്രേജറുടെ വീടായിരിക്കും. ഒരു പുരോഹിതനാണ് അത് പണിതത്. അവനൊരു മകളുണ്ടായിരുന്നു. അവൾ മാറിയത് കൊണ്ട് അവളെ അവൻ കൂട്ടിയിട്ടു. മാറിയെന്നു? അയാൾ ചോദ്യത്തിന് ഉത്തരം നൽകാതെ പോയി. പക്ഷെ ഒന്ന് മാത്രം പറഞ്ഞു, ആ മുറി തുറക്കരുതെന്ന്, അതിൽ അപകടമുണ്ടെന്ന്. പിന്നീട് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി, കയ്യിൽ ഉപകരണങ്ങളുമായി. രാത്രി ഏകദേശം 12 മണിയായി. വീണ്ടും തട്ടലുകൾ. ഞാൻ ആ പൂട്ടുകൾ എളുപ്പത്തിൽ തുറന്നു. പഴയ കല്ലുകൊണ്ടുള്ള സ്റ്റെപ്പുകൾ. ഒരു കനം നിറഞ്ഞ ഭയം, പക്ഷേ അതേപോലെ ഉള്ള ആകർഷണം. താഴേക്ക് പോയപ്പോൾ ഇരുട്ട്, നനഞ്ഞ കാറ്റ്, പഴയമുടെ വാസന. അവസാനത്തിൽ മറ്റൊരു വാതിൽ, മൂഢമായ ഒരു വാതിൽ. കൈപ്പിടിയില്ല, ഓടാമ്പലില്ല. മാത്രമല്ല ഒരു വൃത്താകൃതിയിലുള്ള കണ്ണുകളുള്ള ഒരു അടയാളം. ഞാനത് സ്പർശിച്ചതും അത് തുറന്നു. ഒരു ചെറിയ കല്ലുമുറി. അവിടെ ഒരു കണ്ണാടി മാത്രം, കറുത്ത ഫ്രെയിം. ഞാൻ അടുത്തേക്ക് പോയി. ഞാൻ എന്നെ തന്നെ കണ്ടു. പക്ഷേ എൻ്റെ പ്രതിഫലനം അത് നീങ്ങുന്നില്ല. അത് എന്നെ തന്നെ നോക്കി നിന്നു, ശൂന്യമായ കണ്ണുകൾ. പിന്നീട് അത് ചിരിച്ചു. എനിക്കാണെങ്കിൽ ഒട്ടും നീങ്ങാൻ കഴിയുന്നില്ല. അത് കൈ ഉയർത്തി. ഞാൻ ശ്രമിക്കുന്നു കൈ ഉയർത്താൻ വേണ്ടി, പക്ഷേ ഒന്നും കഴിയുന്നില്ല. കണ്ണാടി വെള്ളം പോലെ വിറയ്ക്കുന്നു. അതിൻ്റെ കൈ പുറത്തേക്ക് വന്നു. അതിൻ്റെ തണുത്ത വിരൽ എൻ്റെ നെഞ്ചിൽ സ്പർശിച്ചു. അതിൻ്റെ ചിരി മാഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മടങ്ങാൻ ഉദ്ദേശമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതിനൊരു ക്ഷണം വേണമായിരുന്നു. ഞാൻ ആ വാതിൽ തുറന്നതിനാൽ അതിനുള്ള പ്രവേശനം ഞാൻ തന്നെ ഒരുക്കി കൊടുക്കുകയായിരുന്നു. ഞാൻ ഓടി, സ്റ്റെപ്പുകൾ കയറി, ഡോറടച്ചു, കൂട്ടുകളിട്ടു, വലിയ ബുക്ക് ഷെൽഫ് എടുത്ത് മുന്നിൽ വെച്ചു. വീട് ശാന്തമായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. പിന്നീട് വീട് മാറിയതായി തോന്നി. ബാത്റൂം, ഹാളിലെ മിറർ, ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ, എല്ലായിടത്തും ഞാൻ അവനെ കണ്ടു. എൻ്റെ തന്നെ രൂപം. അവൻ എപ്പോഴും ചിരിക്കുന്നു, കണ്ണടയ്ക്കാതെ നിൽക്കുന്നു. വേറെ ആരെയും പോലെ വിളിച്ചു, നീ എന്നെ കൊണ്ടുവന്നു, നീ മാറ്റം നടത്തി. വാതിലുകൾ തുറക്കുന്നു, ഫർണിച്ചറുകൾ മാറുന്നു, തട്ടലുകൾ ഭിത്തിയിൽ നിന്നും വരെ വരുന്നു. ശബ്ദം എൻ്റെ തലച്ചോറിൽ വരെ എത്തി. നീ തുടങ്ങിയത് ഞാൻ പൂർത്തിയാക്കുകയാണ്. അവൻ എൻ്റെ സ്ഥാനം ആഗ്രഹിക്കുന്നു. അവൻ കൂടുതൽ ശക്തനാവുകയാണ്. എനിക്കാണെങ്കിൽ ഉറക്കം പോലും കിട്ടുന്നില്ല. അവനെ ഞാൻ എപ്പോഴും കാണുന്നു. എൻ്റെ കണ്ണടയ്ക്കുമ്പോൾ എപ്പോഴും. ഞാൻ കണ്ണുകൾ മൂടി. ഷീറ്റുകൾ, ടേപ്പുകൾ, ടവലുകൾ, പക്ഷെ ഒന്നും എന്നെ സഹായിച്ചില്ല. എല്ലായിടത്തും എനിക്ക് അവനെ കാണാം. ജാലകങ്ങളിലെയും ഫോണിൻ്റെ ഓഫായ സ്ക്രീനിലെയും വരെ എനിക്ക് അവനെ കാണാം. അവൻ ഇപ്പോൾ ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ അവനിൽ ആത്മാവില്ല. 7-ാം രാത്രി ഞാൻ വീണ്ടും ആ ബേസ്മെന്റിലേക്ക് ഇറങ്ങി.
കണ്ണാടി നശിപ്പിക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞു, നീ തുടങ്ങിയത് നീ തന്നെ അവസാനിപ്പിക്കും. വാതിൽ പൂട്ടിയ നിലയിൽ, പക്ഷേ ചുറ്റുമുള്ള വായു ജീവനുള്ളതുപോലെ നടത്തും. വാതിൽ തുറന്നു. ഞാൻ പെട്രോളും തീപ്പെട്ടിയും എടുത്തിരുന്നു. ഇതൊക്കെ കണ്ട് അവൻ കണ്ണാടിയിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു, ചിരിച്ചുകൊണ്ട്. നീ എന്നെ തിരികെ കൊണ്ടുവന്നു, അവൻ പറഞ്ഞു. എൻ്റെ ശബ്ദം ഇപ്പോൾ തന്നെ മാറ്റം പൂർണ്ണമായി പൂർത്തിയാക്കാം. ഞാൻ വേഗം തീപ്പെട്ടി എടുത്ത് തെളിയിച്ചു. അവൻ എൻ്റെ കൈ പിടിച്ചു, വലിച്ചു. ഒരു നിമിഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനിപ്പോൾ ആ വൃത്തത്തിനുള്ളിലല്ല എന്ന്. ഞാനിപ്പോൾ ആ കണ്ണാടിക്കകത്താണ്. അവൻ എൻ്റെ ജീവിതത്തിലേക്ക് പടർന്നുപോയി, ഞാൻ ആ കണ്ണാടിക്കുള്ളിലേക്ക്. അവൻ ചിരിച്ചു. നിലത്ത് കിടന്ന തീപ്പെട്ടി എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, നീ ആ രണ്ടാം വാതിൽ ഒരിക്കലും തുറക്കരുതായിരുന്നു. ബായ്. അവൻ ആ തീ കെടുത്തിക്കൊണ്ട് നടന്നുപോയി അകലങ്ങളിലേക്ക്. ആ തീയും ആ രൂപവുമാണ് ഞാൻ അവസാനമായി കണ്ടത്.